ആശാ വർക്കേഴ്സിന്റെ സമരത്തിനെതിരായ നിലപാട് സ്വീകരിച്ചതിൽ KPCC തന്നോട് വിശദീകരണം തേടിയിട്ടില്ല എന്ന് INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ. സമരം തീർക്കാൻ കമ്മീഷനെ വെക്കണമെന്ന് നിർദ്ദേശം വെച്ചത് താനല്ല എന്നും R ചന്ദ്രശേഖരൻ 24-നോട് പറഞ്ഞു. ഇന്നലെ ഞാൻ KPCC ഓഫീസിൽ പോയത്, എന്നോട് ആരും വിശദീകരണം ചോദിച്ചിട്ടില്ല, ഞാൻ ആർക്കും വിശദീകരണം കൊടുത്തില്ല. അവർക്ക് അനുകൂലമായിട്ട് ഞാൻ നിൽക്കത്തുള്ളൂ, ഈ ആശാ വർക്കർക്ക് അനുകൂലമായിട്ട് നിൽക്കുള്ളൂ. എനിക്ക് അതിനകത്ത് വേറെ രാഷ്ട്രീയമൊന്നുമില്ല. INTUC സംസ്ഥാന പ്രസിഡന്റാണ് ഈ കമ്മീഷൻ എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും അത് ആരോഗ്യമന്ത്രി അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തിനാണ് ആ സഹോദരി ഇങ്ങനെ പറയുന്നത് എനിക്കറിഞ്ഞൂടെ. അങ്ങനത്തെ നിർദ്ദേശം ഞാൻ വെക്കത്തില്ലല്ലോ. സർക്കാരല്ലേ പറയേണ്ടത്. സർക്കാർ പറയേണ്ട നിർദ്ദേശം ഞാനെങ്ങനെ പറയുന്നത്? അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, ഈ ആശാ വർക്കേഴ്സിന്റെ സമരം ഇങ്ങനെ വലിയ രീതിയിൽ ചർച്ചയാവുന്നതിനിടെ INTUC നേരത്തെ സ്വീകരിച്ച നിലപാട് അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട് ഉത്തരം പറയേണ്ടി വരികയും ഒക്കെ ചെയ്തതാണ്. അതിനിടയിൽ INTUC മയപ്പെടുന്നു എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തുവന്നു. എന്താണ് R ചന്ദ്രശേഖരൻ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? റീജിത്ത്, ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ INTUCക്ക് ഒരു വ്യത്യസ്ത നിലപാടുണ്ട് എന്നൊരു സന്ദേശം പുറത്തടക്കം പ്രചരിച്ചതാണ്. ഇക്കാര്യത്തിൽ പിന്നീട് INTUC സമരത്തിന്റെ ഭാഗമാവുന്നതടക്കം നമ്മൾ കണ്ടുകയും ചെയ്തതാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം INTUCയുടെ ഈ സമരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിലപാടും സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് ഈ ആശാവർക്കർമാരുടെ സമരം തീർക്കാൻ ഒരു കമ്മീഷൻ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു എന്ന് സമരക്കാർ തന്നെ ആരോപിച്ചത്. ഇക്കാര്യത്തിലാണ് ഈ KPCC നേതൃത്വം ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി നടക്കമുള്ള വാർത്തകളും പുറത്തു വന്നു. ഇതിന് പിന്നാലെയാണ് R ചന്ദ്രശേഖരനോട് ഇക്കാര്യത്തിൽ നമ്മളൊരു വിശദീകരണം അടക്കം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ KPCCയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും ഒരു വിശദീകരണം തേടിയിട്ടില്ല. KPCC ഓഫീസിൽ പോയത് അത് INTUC സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെയാണ്, അല്ലാതെ മറ്റു യാതൊരു ചർച്ചകൾക്കും അടിസ്ഥാനമില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇത്തരത്തിൽ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന്. മറ്റൊന്ന്, ആശാവർക്കർമാരുടെ സമരത്തിനൊപ്പമാണ് താൻ, പക്ഷേ INTUCയെ തന്നെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സമരക്കാർ പോകുന്നത്. അത് എന്തിനു വേണ്ടിയാണ് എന്ന കാര്യത്തിൽ തനിക്ക് ഇപ്പോഴും അറിയില്ല. തനിക്ക് INTUCയുടെ നിലപാട് ആശാവർക്കർമാർക്കൊപ്പമാണ്, അക്കാര്യത്തിൽ മാറ്റമില്ല. ഈ കമ്മീഷൻ വേണമെന്ന ആവശ്യം താനല്ല മുന്നോട്ട് വെച്ചത്, ആരോഗ്യമന്ത്രി തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം തന്റെ പക്കലുണ്ടെന്നും ആവശ്യമെങ്കിൽ അത് പുറത്തുവിടുമെന്നാണ് R ചന്ദ്രശേഖരൻ നമ്മളോട് വ്യക്തമാക്കിയത്. എന്തായാലും ഈ സമരവുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാരുടെ സമരത്തിൽ INTUCക്ക് വ്യത്യസ്ത നിലപാടെന്ന ഒരു തെറ്റിദ്ധാരണ പരത്താൻ ചിലർ ശ്രമിക്കുന്നുവെന്ന ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ശരി, അരുൺരാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന്.